മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സങ്കടകരമുള്ള വർഷം ഇതായിരുന്നു, സന്തോഷം തന്ന വർഷം ഇതായിരുന്നു. 2025 ഏറ്റവും വലിയ മാനിഫെസ്റ്റേഷൻ ആയിരുന്നു നെക്സ്റ്റ് ഇയർ, അതായത് ഈ 2026 എനിക്ക് ദുബായിലായിരിക്കണം എന്നുള്ളത്. കൈ നിറയെ തീറ്റി സാധനങ്ങളായിട്ടാണ് നമ്മൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ പോകുന്നത്. ആദ്യം തീറ്റി, എന്നിട്ട് മതി ന്യൂ ഇയർ എന്നൊക്കെ. അമ്മച്ചിക്കാരനെ ഇവിടെ എല്ലാവരും പായും ടെൻറ്റൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. സത്യം ലുക്ക് അറ്റ് ദിസ്. നമ്മൾ എങ്ങനെയാണ് 3 മണിക്കൂർ ചെലവഴിച്ചത്? കഥയല്ല, പ്രദൂഷണം. അങ്ങനെ പറയൂ, ക്ലിയർ ആക്കൂ. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നിപ്പോൾ രാത്രി 8:30 ആയിട്ടുണ്ട്. സോ ടുഡേ ഈസ് ദ ലാസ്റ്റ് ഡേ ഓഫ് 2025. ഐ ജസ്റ്റ് വോണ്ട് ടു സേ താങ്ക് യു ഫസ്റ്റ് ഓഫ് ഓൾ, ബിക്കോസ് ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തു. വലിയ പുരോഗമനം ഇല്ലെങ്കിൽ കൂടി പ്രത്യേകിച്ചൊരു കണ്ടന്റ് ഇല്ലാത്തൊരു ചാനലാണെന്ന് എനിക്കറിയാം. പക്ഷെ ഞാനിത് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എൻ്റെ ലൈഫിൽ കുറേ നല്ല ചേഞ്ചസ് വന്നിട്ടുണ്ട്, മോശപ്പെട്ട ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. കുറച്ച് മലയാളികളെ കണ്ടപ്പോൾ നാണം വന്നതാ. മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സങ്കടകരമുള്ള വർഷം ഇതായിരുന്നു, സന്തോഷം തന്ന വർഷം ഇതായിരുന്നു. ഒരു മിക്സഡ് വർഷമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. സോ ഐ എം റിയലി ഹാപ്പി ഫോർ ദിസ് ഇയർ. കാരണം എന്നെക്കൊണ്ട് നേടാൻ പറ്റത്തില്ല എന്ന് കരുതിയ കുറേ സാധനങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് നേടി. കുറേ ഹാപ്പി മൊമെൻറ്റ്സ് ഉണ്ടായി. എനിക്ക് എവിടെയെങ്കിലുമൊക്കെ എത്താൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് സത്യം പറഞ്ഞ് ഈ ഒരു വർഷമാണ് എനിക്ക് തന്നത്. ആൻഡ് ഐ എം ഹാപ്പി ഫോർ ദാറ്റ്. സോ ഇന്നിപ്പോൾ ന്യൂ ഇയർ ആവാൻ പോവാണ്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ദുബായിൽ വന്നു കഴിഞ്ഞാൽ, ലൈക്ക് സീരിയസ്ലി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാനിഫെസ്റ്റ് ചെയ്തത് തന്നെയാണ് 2026 ന്യൂ ഇയർ ഐ ജസ്റ്റ് വോണ്ട് ടു സെലിബ്രേറ്റ് ഇൻ ദുബായ് എന്നുള്ളത്. കാരണം ആരെങ്കിലും പറഞ്ഞ് വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എൻ്റെ 2025 ഏറ്റവും വലിയ മാനിഫെസ്റ്റേഷൻ ആയിരുന്നു നെക്സ്റ്റ് ഇയർ, അതായത് ഈ 2026 എനിക്ക് ദുബായിലായിരിക്കണം എന്നുള്ളത്. സോ ഞാനങ്ങനെ എത്തി. ഇന്നിപ്പോൾ ഞാൻ ഇവിടെ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ദുബായ് മോൾ ബുർജ് ഖലീഫയിൽ പോകാനിരുന്നതാണ്. ബട്ട് ജോലിയുള്ളത് കൊണ്ടും നമുക്ക് നേരത്തെ ഇവിടെ എത്താൻ പറ്റാത്തതുകൊണ്ടും നമ്മൾ ലുക്ക് അറ്റ് ദാറ്റ് ദുബായ് ഫ്രെയിമിൽ വന്നിട്ട് ന്യൂ ഇയർ ആഘോഷിക്കാമെന്ന് കരുതി. അപ്പോൾ ഞങ്ങളിപ്പോൾ പാർക്കിൽ എത്തിയിട്ടുണ്ട് ന്യൂ ഇയർ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിൽ. അപ്പോൾ ഐ ജസ്റ്റ് വോണ്ട് ടു ക്യാപ്ചർ ദിസ് മൂമെൻ്റ് എന്നുള്ള രീതിയിൽ ഞാനൊന്ന് ക്യാപ്ചർ ചെയ്യാമെന്ന് കരുതി. യെസ്, ഐ എം എക്സൈറ്റഡ്. എൻ്റെ കൂടെ ഇപ്പം ആര്യചേച്ചി നന്ദൊക്കെ ഉണ്ട്, കത്തിച്ച് ഫോട്ടോ എടുപ്പിലാണ്. സോ എനിവേ, വൺസ് അഗെയിൻ ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ എവരിവൺ, ഹാപ്പി ന്യൂ ഇയർ. സോ ഇവിടെ എന്തൊക്കെയോ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ആവാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ കുറയ്ക്കാൻ വാങ്ങിച്ചുകൊണ്ട് നമുക്ക് അവിടെ പോയി നിൽക്കാമെന്ന്. ഗായ്സ്, യു ആർ റെഡി? ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും കഴിക്കാനും കൂടി വാങ്ങിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവാം. നമ്മളങ്ങനെ ന്യൂ ഇയർ ആഘോഷിക്കാൻ വന്നെങ്കിലും ആദ്യം തിന്നാൻ എന്തുണ്ട് എന്നാണ് നമ്മൾ അന്വേഷിച്ചത്. അങ്ങനെ കൈ നിറയെ ആര്യ ചേച്ചി കൈ കാണിച്ചേ, കൈ നിറയെ തീറ്റി സാധനങ്ങളായിട്ടാണ് നമ്മൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ പോകുന്നത്. ആദ്യം തീറ്റി, എന്നിട്ട് മതി ന്യൂ ഇയർ എന്നൊക്കെ. അവിടെ ഭയങ്കര പരിപാടി നടക്കുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഗായ്സ്, നമ്മളങ്ങനെ ഇവിടെ ഫ്രെയിമിൻ്റെ അടുത്ത് ഏകദേശം എത്തിയിട്ടുണ്ട്. വിത്ത് കോഫി ആൻഡ് പെപ്സി. സത്യം പറഞ്ഞ് ഇതിനകത്ത് ഭയങ്കര പരിപാടി നടക്കുന്നുണ്ട്. അതിനകത്തേക്ക് കയറുന്ന എൻട്രി ഫീസ് ആണെന്ന്, അതൊരുമാതിരി പരിപാടി ആക്കിയല്ലേ കാണിച്ചത്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ഫ്രെയിം കാണാൻ പറ്റും. ഇവിടെ എല്ലാവരും ടെൻ്റ് അടിച്ചിരിക്കുകയാണ്. ഇത്ര വലിയ സെറ്റപ്പ് ഉണ്ടെന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. കാണിച്ചു തരാം ഞാൻ. There is the frame. Look at this. അവിടെ ശരിക്കും എന്താ, ആകാശത്ത് ഡ്രോൺ ആണോ? ആകാശം മൊത്തം ഇത് കിളിയല്ലേ? ഞാൻ വെച്ചാൽ ഇതും ഡ്രോൺ ആണെന്ന്. ആ വരുന്നത് ഡ്രോൺ ആണ് കേട്ടോ, അങ്ങൂടെ കാണുന്നേ. ഇതാണോ എൻ്റെ വ്യൂ? ഇതാണ് ദുബായ് ഫ്രെയിം. ഇവിടെയാണ് പടക്കം കൊണ്ടുവന്നത്. നമുക്ക് ഇനി സ്ഥലം കണ്ടുപിടിക്കണം, കാരണം ഇവിടെ മൊത്തം ആൾക്കാരെ കൊണ്ട് നിറഞ്ഞ് ഇപ്പം തന്നെ 8 മണിയായതേ ഉള്ളൂ. ഗായ്സ്, നമ്മൾ എങ്ങനെയൊക്കെയോ കുറേ ആൾക്കാരുടെ ഇടയ്ക്ക് കുറച്ച് സ്ഥലം കണ്ടുപിടിച്ച് ഇവിടെ നമ്മൾ ആസ്ഥാനസ്ഥരായിട്ടുണ്ട്. നമ്മൾ കറക്റ്റ് ഫ്രെയിമിൻ്റെ നേരെയാണ് വന്നിരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. നല്ല കിടിലൻ വ്യൂ ആയിട്ട് കുറേ പാട്ടൊക്കെ കേട്ട് ചില്ല് ചെയ്തിരിക്കുക ഇവിടെ. ഉണ്ടോ, നമ്മൾ ഇത്ര അടുത്തായിരിക്കുന്നത്. വാവ്, ഇവിടെ ഫുൾ ആൾക്കാരാ. ഗായ്സ്, നമ്മളങ്ങനെ വന്നിട്ട് ഒരു സീറ്റ് പിടിച്ചിട്ടുണ്ട്. ഏതോ ഒരു അമ്മച്ചീൻ്റെ പായലാണ് നമ്മളും കൂടെ കയറിയിരിക്കുന്നത്. അവരിരുന്നു എന്ന് പറഞ്ഞു, നമ്മളിരുന്നു. പാവ അമ്മച്ചി, നല്ല സ്നേഹമുള്ള അമ്മച്ചി. കാരണം ഇവിടെ എല്ലാവരും പായും ടെൻറ്റൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. സത്യം മലയാളീസ് അല്ല, അറബ്സ് ആണെന്നാണ് തോന്നുന്നത്.
നമ്മൾ തറയിലിരിക്കുന്ന കണ്ടപ്പോൾ ഒരു വിഷമത്തോടെ പറഞ്ഞു വേണ്ട നിങ്ങൾ ഇവിടെയും കൂടി ഇരുന്നു എന്ന്. എല്ലാവരും ഇവിടെ ടെൻറ്റ് എല്ലാം സെറ്റപ്പ് ആയിട്ടാണ് നിൽക്കുന്നത്. ഫുൾ ആൾക്കാരാണ് ഇവിടെ മൊത്തം. ഞങ്ങൾ കറക്റ്റ് ഫ്രെയിമിൻ്റെയും ബുർജ് ഖലീഫിൻ്റെയും ഒരു മിഡിൽ പാർട്ടായിട്ട് വരും. അങ്ങനെ ഇരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഭയങ്കര ബാസ് വരുന്നുണ്ട് മ്യൂസിക്കിൻ്റെ. ശരി കേട്ടോ, നമ്മളവിടെ നിന്നപ്പോഴത്തേന് ഒരു ഇന്ത്യനാണ്, ലാംഗ്വേജ് പറയുന്നില്ല ആൾ. നമ്മളവിടെ നിൽക്കുന്നുണ്ട് എപ്പോഴും പറയാം അവർ നിൽക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് പായിടുന്നത്. അതായത് നമ്മളവിടെ നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പാവ അറബ്സ് നമ്മളെ കണ്ട പാടെ പറഞ്ഞു വന്നിരുന്നു എൻ്റെ പുറകിരുന്ന് ചിരിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എങ്കിലും ഞാൻ ഫ്രെയിമും നമ്മൾ ഫ്രെയിമിൻ്റെ ഇത്ര അടുത്താണ്. അതേപോലെ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ബുർജ് ഖലീഫയും കാണാൻ പറ്റും. നമുക്ക് അങ്ങോട്ടേക്ക് എത്താൻ പറ്റിയില്ലെങ്കിലും നമ്മൾ ഇത്ര അടുത്തിരുന്ന് രണ്ടും കാണുന്നുണ്ട്. ഇപ്പൊ സമയം രാത്രി 11:15. നമ്മൾ ഇരിക്കാൻ തുടങ്ങിയിട്ട് 3 മണിക്കൂറായി. 3 hours. നമ്മൾ എങ്ങനെയാണ് 3 മണിക്കൂർ ചെലവഴിച്ചത്? പാട്ടുപാടി, കഥ പറഞ്ഞു. കഥയല്ല, പ്രദൂഷണം. അങ്ങനെ പറയൂ, ക്ലിയർ ആക്കൂ. കഥ നമ്മൾ ജഡ്ജ് ചെയ്യരുത്. നമ്മൾ പരദൂഷണം പറഞ്ഞു, കഥ പറഞ്ഞു, പാട്ടുപാടി, ഡാൻസ് സ്റ്റെപ്പ് പഠിച്ചു. അവസാനം ഇപ്പൊ കിടന്ന് ഇപ്പൊ അറബിന്റെ പായിന്റെ 3/4 ഭാഗം നമ്മൾ കൈയടക്കി. ഇനി കുറച്ചും കൂടി ഉള്ളു കൈയടക്കാൻ. അവര് മിക്കവാറും നമ്മളെ തല്ലി ഇറക്കുന്ന അവസ്ഥയിലായിട്ടുണ്ട്. എന്നിട്ടും സമയം പോകുന്നില്ല. എന്ത് ഈ വീഡിയോ എടുക്കണമെന്ന് പോലും അറിയത്തില്ല. കാരണം വെറുതെ ഇവിടെ തന്നെ ഒത്തിരിക്കുകയാണേ. പക്ഷെ ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരെ കൊണ്ട് നിറഞ്ഞു ഈ അയ്യം. അത് വേണം നമുക്ക് പറയാം. ഞാൻ ഇവിടുത്തെ ഫുള്ളൊരു വ്യൂ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ആൾക്കാരെ കൊണ്ട് നിറഞ്ഞു. അവിടെ എന്തോ പരിപാടിക്ക് സൗണ്ട് വെക്കുന്നത് കൊണ്ട് എല്ലാവരും എഴുന്നേറ്റിരിക്കുക. അവിടാണ് നമ്മുടെ ഫ്രെയിം. അവിടാണ് നമ്മുടെ ബുർജ് ഖലീഫ. എന്ത് ചെയ്യുന്ന ഉണ്ട്, അവിടെ തന്നെ ഉണ്ട്. ബിൽഡിംഗ് ഒക്കെ നോക്ക്, നല്ല രസമില്ലേ കാണാൻ. ഇത്ര ആൾക്കാരുണ്ട് ഇവിടെ ഏകദേശം. ഏകദേശം 11:50 ആകാറായി. 11:45 ആവുന്നു. ബുർജ് ഖലീഫയിൽ ലൈറ്റ് എന്തോ മറ്റേ സ്കൈ മൊത്തത്തിലായിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുക എല്ലാവരും. ഞാൻ അത് കാണിച്ചു തരാം. കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, ഭയങ്കര കുറച്ച് വ്യൂ കിട്ടത്തുള്ളൂ. ലുക്ക് അറ്റ് ദാറ്റ് ബുർജ് ഖലീഫ വ്യൂ. കൊള്ളാമല്ലേ? നല്ല ലൈറ്റ്സ് ഒക്കെ ഇതാവുന്നുണ്ട്. നമുക്കൊരു നീല ഷെയ്ഡായിട്ടുണ്ട്. പക്ഷെ അത് സ്കൈയിലേക്ക് ഉണ്ടായിരുന്നു. ഞാൻ ക്യാമറ എടുത്തപ്പോഴത്തേനും അത് സ്കൈയിൽ നിന്ന് പോയി. എങ്കിലും കുറച്ച് ലൈറ്റ് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. എന്തൊക്കെയോ കുറേ ലൈറ്റ്സ് മിന്നു വരുന്നുണ്ട് കേട്ടോ. Guys, it's going to be New Year in 10 minutes. Are you excited? Are you excited? Yes. The first New Year in Dubai. We are excited. എന്താല്ലേ ആകാശം മൊത്തം ലൈറ്റ്. ഇൻഷാല്ലാ നെക്സ്റ്റ് ഇയർ. അടിപൊളിയല്ലേ?
സെലിബ്രേഷൻ കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങിയിട്ടുണ്ട്. ഇറ്റ് വാസ് സോ 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 ബ്യൂട്ടിഫുൾ. കാരണം വെർത്തിട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മാതിരി വെർത്തിട്ട് സാധനം വേറെ ഇല്ലായിരുന്നു. ഹൗ വാസ് യുവർ ന്യൂ ഇയർ? അടിപൊളി. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇത്ര അടിപൊളിയായിട്ടൊരു ന്യൂ ഇയർ സെലിബ്രേഷൻ കാണുന്നത്. ബുർജ് ഖലീഫ പോയിരുന്നെങ്കിൽ ഇത്ര അടിപൊളിയായെന്നെ. പക്ഷെ ഇത് നമുക്കൊരു നഷ്ടവും വരുന്നില്ല. കിഡിലൻ സാധനം, അടിപൊളി എന്ന് പറഞ്ഞാൽ ശ്വാസം വരുന്നില്ല. കിടന്ന് നല്ല വീട്ട് അമ്മാതിരി അടിപൊളി സാധനം. അവിടെ കൊടുക്കുമ്പോഴേ